പൊന്നാനിയിലെ ഒരു സ്ഥാനാർത്ഥിയുടെ അണികൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ പൊന്നു നേതാവേ എന്ന മുദ്രാവാക്യവും വിളിക്കാം. NDA സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യന്റെ കൈവശമുള്ളത് 175 പവൻ സ്വർണമാണ്. പവന് 1.5 ലക്ഷവും പിന്നിട്ട് സ്വർണ്ണവില സർവകാല റെക്കോർഡിലേക്ക് കുതിക്കുമ്പോൾ സ്ഥാനാർത്ഥികളുടെ സ്വർണ്ണ സമ്പാദ്യം ഒന്ന് പരിശോധിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരിൽ തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ കൈവശമുള്ളത് 46.3 പവൻ സ്വർണം. ഭാര്യയുടെ കൈവശം 3 കോടി രൂപ മൂല്യമുള്ള രത്നങ്ങളുമുണ്ട്. കാസർകോട്ടെ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഭാര്യയ്ക്ക് 100 പവൻ സ്വർണമുണ്ട്. KK ശൈലജ ടീച്ചറിന്റെ കൈവശമുള്ളത് വെറും 3.5 പവൻ മാത്രം. വനിതാ സ്ഥാനാർത്ഥികളിൽ സ്വർണത്തോട് ഒട്ടും ഭ്രമമില്ലാത്ത 2 പേരുണ്ട്, ആനി രാജയും രമ്യ ഹരിദാസും. ഇരുവർക്കും ആകെയുള്ളത് 1/2 പവൻ മാത്രം. ആനി രാജയുടെ എതിരാളി രാഹുൽ ഗാന്ധിയുടെ കൈവശം 20 പവൻ സ്വർണമുണ്ട്. പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി A വിജയരാഘവന്റെ ഭാര്യ മന്ത്രി R ബിന്ദുവിനുള്ളത് 40 പവൻ സ്വർണം. NDA സ്ഥാനാർത്ഥികളായ ശോഭാ സുരേന്ദ്രന് 8 പവനും സംഗീത വിശ്വനാഥന് 90 പവനും സ്വന്തമായുണ്ട്. തുഷാർ വെള്ളാപ്പള്ളിയുടെ കൈവശം 35 പവനും ഭാര്യയ്ക്ക് 199 പവൻ സ്വർണവുമുണ്ട്. ഇടുക്കിയിലെ ഇടതു സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന്റെ ഭാര്യയുടെ കൈവശമുള്ളത് 107 പവൻ സ്വർണം. പത്തനംതിട്ടയിലെ 3 പ്രമുഖ സ്ഥാനാർത്ഥികളുടെയും പേരിൽ 1 ഗ്രാം സ്വർണം പോലും ഇല്ല എന്നതും ശ്രദ്ധേയമാണ്.